ഹായ് ഹലോ, ഇതൊരു ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കണ്ണൂർ പയ്യന്നൂരാണ്. അപ്പം അവിടെ തെയ്യമുണ്ട്, അങ്ങനെ ഓളെ കാണാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് റെഡിയാണ്. ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഇനി ഞാൻ റെഡിയായിട്ടെ, അപ്പം ബാക്കി കാണാം. അങ്ങനെ റെഡിയായി പോവാണ്. പോകുന്ന വഴിക്ക് വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് കൊടുത്തു, പക്ഷേ അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അല്ലാണ്ട് വോയിസ് കൊടുത്ത്. ഇത് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന്. കൊയിലാണ്ടി സ്റ്റേഷനിൽ ട്രെയിൻ കയറാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ കൊയിലാണ്ടി സ്റ്റേഷനിലെത്തലും ട്രെയിന് പോയി. അപ്പം ഞാൻ അവിടെ നിന്ന് വടകര സ്റ്റേഷനിലേക്ക് പോയി. നോക്കുമ്പോൾ വടകര ആരുമില്ല, വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ വടകര സ്റ്റേഷനിലെത്തി. അവിടെ കുറേ സമയം ഇരിക്കേണ്ടി വന്നു. ഒരു 1.5 മണിക്കൂറോളം ഞാൻ അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത്. കാരണം പയ്യന്നൂരേക്ക് വടകര സ്റ്റേഷനിൽ ട്രെയിനുള്ളൂ, കൊയിലാണ്ടിയിൽ നിന്നില്ല. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ആ ട്രെയിന് വന്നു. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല, എനിക്ക് സീറ്റ് കിട്ടിയിരുന്നു. അങ്ങനെ പയ്യന്നൂരെത്തി. ഇതാണ് കേട്ടോ എൻ്റെ ശ്രദ്ധ. പക്ഷെ അവളെ വീട്ടിലെത്തി അവളെ കണ്ടപാടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവളെന്നെ കൂട്ടാനൊക്കെ വന്നു പയ്യന്നൂർ, പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവളെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഏകദേശം 1 വർഷത്തിന് ശേഷമായിരിക്കും ഞങ്ങൾ രണ്ടാളും കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച്, അവളെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുളമൊക്കെ കാണാൻ പോയി. വെറുതെ ഇങ്ങനെ നടക്കാൻ പോയി. അങ്ങനെ അവിടെ നിന്ന് നടന്ന് പിന്നെ ഞാൻ കുറച്ച് ക്ഷീണിച്ചിരുന്നു. ഭയങ്കര ചൂടുണ്ടായിരുന്നു. യാത്ര ചെയ്ത് വന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇനി വീട്ടിൽ പോയി റെഡി ആയിട്ട് വേണമെന്ന് അമ്പലത്തിലേക്ക് പോവാൻ. കുളിച്ച് ഇനി അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പം അമ്പലത്തിൽ പോകുന്നതിൻ്റെ റെഡിയാണ്. ഡ്രസ്സ്, ഒരു ടോപ്പും എൻ്റെ ഇനി റെഡി ആയിട്ടാണ്. ശ്രദ്ധ കുളിക്കാൻ പോയി. അവൾ കുളിച്ച് വരും. ശ്രദ്ധ കുളിച്ച് വന്നിട്ടോ ഇനി ഓക്കും എനിക്ക് റെഡി ആവണം. ഞാൻ റെഡിയായി, ശ്രദ്ധ റെഡിയാന്ന് പറഞ്ഞിട്ടോ. അപ്പം റെഡി ആയിരിക്കാം. ഇതാട്ടോ എൻ്റെ. ഇനി അമ്പലത്തിൽ പോകണം. എന്തോന്ന് മിസ്സായി, വാച്ച് കിട്ടിയില്ല. ഇതാ റെഡിയാവുന്നാളും. സൗണ്ട് എനിക്ക് കേൾക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഫാനിൻ്റെ സൗണ്ട് ഇട്ട് റെഡിയാവുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കി അമ്പലത്തിൽ പറ്റിയാണ്. ഓക്കെ, അങ്ങനെ റെഡിയായി ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് തെയ്യം കാണാനും പോകുന്നത്. എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് തെയ്യം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ടൊക്കെ തെറയായതുകൊണ്ട് ഈ പോകുന്ന വഴിക്കൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട്, രാത്രിയൊക്കെ ആർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്പലത്തെത്തി. ഈ അമ്പലം സ്റ്റേ ചെയ്യുന്നത് പയ്യന്നൂർ കോറം എന്ന സ്ഥലത്താണ് കേട്ടോ. അമ്പലത്തിലേക്ക് പോകുന്ന വഴി നല്ല രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. 300 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന തെയ്യമാണ്. ഞങ്ങൾ അവിടെ എത്തിയപാട് നോക്കുമ്പോഴത്തേക്ക് തന്നെ കുറേ ആൾ വന്ന് തെയ്യമൊക്കെ തുടങ്ങിയിരുന്നു. കുറച്ച് ലേറ്റായി പോയി. അപ്പം ഞാൻ നോക്കുമ്പോണ്ട് തെയ്യത്തിന് ചുറ്റും എല്ലാവരും കൂടി നിൽക്കുന്നു. അതിന് ചുറ്റും അപ്പം ഞാനും പോയി. എല്ലാവരും വട്ടത്തിൽ കൂടി നിൽക്കും. പെട്ടെന്നായിരിക്കും തെയ്യം ഓടുക. ഇത് കാണുന്ന കണ്ണൂരിലുള്ളവർക്ക് അറിയായിരിക്കും, പക്ഷെ എനിക്കൊക്കെ ഇതൊരു ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ തെയ്യം കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങി പുറത്തിറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ചിലർ 300 വർഷങ്ങൾക്ക് ശേഷം നടന്ന തെയ്യം കാണാനൊക്കെ കുറേ ആൾക്കാർ വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സെൽഫിയൊക്കെ എടുത്ത്. ഇതവളെ കസിൻസൊക്കെയാണ് കേട്ടോ. എനിക്ക് ഇവരെ കുറിച്ചൊക്കെ ശ്രദ്ധ പറഞ്ഞ് നല്ല അറിവുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ ഞാൻ ഇവരെ ഒന്നും നേരിട്ടേണ്ടിയില്ല. ഇവർക്കും അതേപോലെ തന്നെയായിരുന്നു, എന്നെ ഇതുവരെ നേരിട്ടേണ്ടിയില്ല. അവളെന്നെ കുറിച്ച് എപ്പോൾ നന്തോന്ന് പറഞ്ഞിട്ടുള്ള അറിവായിരുന്നുള്ളൂ. സമയം ഇന്നലെ ഇവിടെ നിന്നായിരുന്നു പോലും പരിപാടി, ഡാൻസ്. എല്ലാവരും വട്ടത്തിൽ കസേരയിട്ടിരുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡാൻസ് ആയിരുന്നു. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. എന്നിട്ട് അവിടുന്ന് കിടന്ന് എനിക്ക് 10 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ അമ്പലത്തിലേക്ക് പോകണം. സമയം ഇപ്പോൾ 10 മണി. 10 മണിക്ക് 4 ആള് പോവുക. ആകെപ്പാടെ കുറച്ച് ധൈര്യമില്ല ഇവിടെ ഇവിടെ ലൈറ്റിന്റെ പ്രശ്നമുള്ള വേണ്ടിയല്ല, ഞാൻ കരാട്ടെല്ലാം ചെയ്യട്ടെ. ഒന്നും കാണുന്നില്ല. വില്ലടിച്ചാൻ പാട്ട് കാണാനാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പരിപാടി തുടങ്ങി. എല്ലാവരും അതിൽ ശ്രദ്ധ മുഴുകി നിൽക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്ത്. അങ്ങനെ പരിപാടി നിർത്തി.
മഴ ഏതാണ്ട് കുറയുന്ന അവസ്ഥയാണ്. അധികം മഴയുണ്ടാകുമെന്ന് തോന്നുന്നില്ല. മഴ ഒന്ന് ശാന്തമായപ്പം പിന്നെയും പരിപാടി തുടങ്ങി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം സമയം പുലർച്ചെ 12 മണിയായി. ഇനി കിടന്നുറങ്ങണം. അപ്പം എൻ്റെ ലോങ് വീഡിയോ ഇത് ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. എൻ്റെ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. നാളത്തെ വിശേഷം. കിടക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പിലാണ് ശ്രദ്ധ. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാം മിസ്റ്റേക്കൊക്കെ. ഗുഡ് നൈറ്റ്, ബൈ ബൈ. അപ്പോൾ ഈ ലോങ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വിചാരിച്ച നാളത്തെയും കൂടി ഇടാണ്. അങ്ങനെ ഇന്നലെ ഉറങ്ങുമ്പോഴത്തേക്ക് 2 മണിയൊക്കെ ആയിരുന്നു. ഞാനും ശ്രദ്ധയും ആളും കൂടി കഥ പറഞ്ഞിരുന്ന് അങ്ങനെ 2 മണിയൊക്കെ ഉറങ്ങുമ്പോൾ പിന്നെ രാവിലെ എണീറ്റ് കുളിച്ച് അതിന് റെഡിയാകാൻ നോക്കുകയാണ്. ഇന്നും അമ്പലത്തിൽ പോയിട്ട് തെയ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തെയ്യത്തിൻ്റെ ഇതൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ റെഡിയായി. ഇവിടുന്ന് ഒരു സൗണ്ട് കേൾക്കുന്നില്ല. അത് ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ സപ്താഹം അതിൻ്റെ ഇതാണ് കേൾക്കുന്നത്. ഇനി ഇന്ന് ഇപ്പം പോയിട്ട് ഒരു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും വരിക. അങ്ങനെ റെഡി താഴെ പോയി നോക്കുമ്പോൾ നമ്മളെ വേദു പൊട്ടൊക്കെ തൊട്ട് നിൽക്കുന്നു. വേദു അല്ലത് വേദയാ. നമ്മളെ വേദൂട്ടിയാ വേദൂട്ടൻ. അങ്ങനെ വേദൂട്ടിയാ നോക്ക്. വേദൂട്ടൻ കുളിത്തിയോ നോക്ക്. ആ കുറച്ച് പൂക്കിയാകാം. അയ്യോ ഉറക്കമായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയി. പക്ഷെ എനിക്ക് കുറേ വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് തെയ്യമൊക്കെ കഴിഞ്ഞിട്ട് തെയ്യത്തിൻ്റെ അടുത്ത് ഓരോരുത്തർ ഇങ്ങനെ പോവുകയാണ് പ്രസാദം വാങ്ങാനൊക്കെ ആയിട്ട്. അതിനുള്ള ഒരു വരിയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. വലിയൊരു വരി തന്നെയായിരുന്നു തെയ്യത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എനിക്കൊരു ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ. ഇങ്ങനെ തെയ്യം കെട്ടിയ ആളെ എടുക്കുക, പിന്നെ പോകുന്ന ഓരോരുത്തർ പ്രസാദം വാങ്ങുന്നത്. തെയ്യം ഇങ്ങനെ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ ആ വരിക്ക് ശേഷം ഞങ്ങൾ 2ാമത്തെ വരി കയറിയാണ് ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. ഒരു വലിയൊരു ക്യൂ. നല്ല വെയിലും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് കൈ ടവലുള്ളതുകൊണ്ട് ടവൽ തലയിലിട്ട് പിന്നെ 1 മണിക്കൂറോളം വരി. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് വിദ്യാൻ ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തന്നു. നമ്മളിപ്പോൾ എത്ര മണിക്കൂറായി ക്യൂ നിൽക്കുന്നല്ലേ? എത്ര മണിക്കൂറായി? ഒരു 11:45 ക്യൂ നിൽക്കുന്നു. ഇപ്പം 12:30 സമയം. 1 മണിക്കൂറിനടുത്ത്. അടുത്ത ഇയറിൻ്റെ ഉത്സവത്തിൻ്റെ ഫ്ലക്സ് ഇവിടെ വെച്ച്. അങ്ങനെ വരി മുന്നോട്ട് നീങ്ങി ഞങ്ങൾ ഭക്ഷണം വാങ്ങാനായി. അങ്ങനെ ഭക്ഷണം കിട്ടി. ചൂട് ചോറൊക്കെ ആയിരുന്നു. ഒന്നാമതേ ആൾ വരിയിൽ നിന്ന് ചൂടെടുത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചൂട് ചോറും കൂടിയും പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കോഴിക്കോടിലെ ഫുഡിനെക്കാട്ടും നല്ല വ്യത്യാസമൊക്കെ ഉണ്ട്. ടേസ്റ്റിലൊക്കെ നല്ല വ്യത്യാസമൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി പിന്നെ നോക്കുമ്പോൾ തെയ്യമല്ല, ഇത് മുടി അയക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 3:30 ഒക്കെ ആയിട്ട് പിന്നെ കുറച്ച് വേദുമൊക്കെ ആയിട്ട് കഴിച്ച്. ഇതാട്ടോ വേദൂട്ടൻ. ഇത് പിറ്റേന്ന് സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടാക്കാൻ പോകുന്നത്. ഞാൻ നാട്ടിലേക്ക് ഇപ്പോൾ തിരിച്ച് വരികയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചീമേനി അമ്പലത്തിലൊക്കെ പോയിരുന്നു. അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതോടെ എൻ്റെ വീഡിയോ തിരിച്ച് പോവുകയാണ്. വിഷമമുണ്ടോ ഞാൻ പോകുന്നതിൽ? തീരെ വിഷമമല്ല. മാളൂൻ്റെ ഇത്ര രണ്ടാൾക്ക് നല്ല വിഷമമുണ്ട് പിരിയുന്നതിൽ. ഇപ്പം ഇനിയെപ്പോൾ കാണുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.